ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ചാലയും കടപ്പുറത്ത് നിന്നൊരു ബോട്ട് കടലിൽ പണിക്ക് പോയത്, അതിന് സംഭവിച്ച ദാരുണ്യമായ ദുരന്തത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. 52 ദിവസത്തെ റോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് മത്സ്യത്തൊഴിലാളികൾ അതിപ്രതീക്ഷയോടെ പോകുന്ന ഒരു കാലഘട്ടമാണ്, സമയവുമാണ്. പക്ഷേ അവിടെ വെച്ച് പ്രകൃതി രൂക്ഷമാകുമ്പോഴുണ്ടാകുന്ന അതിശക്തമായ കടലാക്രമണത്തിൽ അകപ്പെട്ടു പോയൊരു ബോട്ടാണിത്. അതിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലാണ്. കടലിൻ്റെ അശക്തമായ തിരമാലയിൽ കൂടെ തന്നെ റോപ്പിൻ്റെ അകത്ത് പിടിച്ച ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അവർ മുട്ടിനോട് കയറുമ്പോൾ, മുട്ടല്ല, കല്ലിനോട് കയറുമ്പോഴത്തേക്ക് കല്ലിനും കടലും കൂടെ കൂട്ടിയടിച്ച് ശരീരത്തിൽ മുറിവോടെ കയറുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ബോട്ടിൻ്റെ അകത്ത് ആൾക്കാരുണ്ട്. അവരുടെ ഒരു മാനസിക ചിന്താഗതി എന്തുവെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ രക്ഷാപ്രവർത്തനം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് ഈ കാണുന്നത്. ആ ആൾ കയറുന്നതിൻ്റെ ഒരു ഇത് കണ്ട വീണ്ടും അയാളുടെ ദേഹത്തെ കടലടിച്ച് വീഴുന്നു. എന്തുവായാലും നല്ല പരിക്കൂടായിരിക്കും അയാൾ കരയ്ക്ക് കയറിയത്. നമുക്ക് എന്തുവായാലും ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഒരാൾ പറഞ്ഞതും കൂടെ കേട്ടുകൊണ്ട് വീഡിയോ കാണാം. ചാലിയം ഹാർബറിൽ നിന്ന് പണിക്ക് പോയൊരു ബോട്ടാണ്. ഹാർബറിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഇഞ്ചൻ ഓഫായി കരക്ക് കയറാൻ നിൽക്കണം. ഒരു കോസ്റ്റ് ഗാർഡോ ആൾക്കാരത്തെ ചാടി ചാടി നിൽക്കണം. എല്ലാവരും ചാടാൻ ചെയ്യണം. ഒരു കോസ്റ്റ് ഗാർഡോ മറ്റുള്ള ആൾക്കാരൊന്നും ഇവിടെ ആരും എത്തിയിട്ടില്ല. ബോട്ടിൽ ഇഞ്ഞ ആൾക്കാർ ബാക്കിയാണ്. ഇവിടെ നാട്ടുകാരാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അവർക്ക് ഇവിടുത്തെ കോസ്റ്റ് ഗാർഡ്ക്ക് വിളിച്ചിട്ട് പറയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്താൽ മാത്രമേ അവർക്ക് വരാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ആൾക്കാർ ഇഞ്ഞും ബാക്കിയാണ്. കടൽ ഇറക്കം പോവാണ്. ഈ ആൾ നോക്കിയ അയാളെ റോപ്പിൽ പിടിച്ച് കരയ്ക്ക് കയറാനുള്ള തന്ത്രപ്പാടില്ല. ഒരാപത്തും കൂടാതെ കരയ്ക്ക് എത്തിയാൽ മതി. എന്തെന്ന് പറഞ്ഞാലും ഈ ഒരു സാധനം എത്ര കോടി രൂപയുടെ സാധനം നശിച്ചു പോകുന്നത് എല്ലാവർക്കും കണ്ടുകൊണ്ട് നിൽക്കാനേ കഴിയുള്ളൂ. കടൽ രൂക്ഷമായുള്ള ഗതികേടൊക്കെ ഇതാണ്, ഒന്നും പറയണ്ട. അതാണ് കടൽ പണിക്കാരുടെ അവസ്ഥ. 52 ദിവസത്തെ ട്രോളിങ്ങും കഴിഞ്ഞതാ ഇറങ്ങിയതാണ്. 4 മണിക്ക് ഇഞ്ചൻ ഓഫായതാണ്. ഒരാളും വന്നില്ല. ഇവിടുത്തെ നാട്ടുകാരാണ് ഫുള്ള് രക്ഷാപ്രവർത്തനം. നിയമപാലകർ ഒരാളും ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ നിയമിച്ച ഒരു കോസ്റ്റ് ഗാർഡോ മറ്റുള്ള ഒരു ബോട്ട് ഇവിടെ ബേപ്പൂരത്തെ കോസ്റ്റ് ഗാർഡ് സാധനത ഇവിടെ മുന്നിൽ കിടന്ന് കോടികളതാ നശിച്ചു പോവാണ്. ഇതാണ് അവസ്ഥ. ഫുള്ള് വെള്ളം കയറി. ഇതിന് ചാടിയവരൊക്കെ ഫുള്ള് പരിക്കോടാണ് കയറിയത്. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും 51 ദിവസത്തെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞു വലിയ പ്രതീക്ഷയോടെ പോകുന്ന മത്സ്യത്തൊഴിലാളികളാണ്. പണിക്ക് പോയ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥയാണ് ഈ കണ്ടത്. നമ്മൾ ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മത്സ്യബന്ധനം എന്ന് പറയുമ്പോഴത്തേക്ക് കരയ്ക്ക് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും തന്നെയാണ്. എത്ര കാറ്റ് വന്നാലും കടൽ വന്നാലും എന്ത് ദുരന്തം വന്നെന്ന് പറഞ്ഞാലും കര കാണാതെ ആഴക്കടലിൽ കിടന്ന് പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ വീഡിയോയുടെ. അത് നിങ്ങൾ കുറച്ചൊക്കെ കാണുന്നുള്ളൂ. ഇതൊന്നും അല്ല, ഭയങ്കര ദാരുണ്യമായിട്ടുള്ള കഷ്ടപ്പാടുകൾ തന്നെയാണ്. എന്തുവായാലും ആരുടെയൊക്കെ ഉത്തരവാദിത്തക്കുറവുണ്ടായാലും സംഭവിച്ചത് വളരെ ദുഃഖകരമായൊരു വാർത്ത തന്നെയായിരുന്നു. ശരിയെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.